ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ ടേസ്റ്റി വീൽസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്രിസ്പി ചിക്കൻ ബർഗറും കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കാനായിട്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന സെയിം മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ബർഗറിന് ആവശ്യമുള്ള ക്രിസ്പി പാറ്റി തയ്യാറാക്കാം. ഇനി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതാക്കി മുറിച്ചിടാം. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിലേക്ക് 1/2 കപ്പ് പാല് കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം. ഇതാ ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്കാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഒരു 100-150 ഗ്രാമോളം വരുന്ന ചിക്കന് ബോൺലെസ് ആക്കിയത് സ്ക്വയറാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടത്, 4-5 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ സുർക്കയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചേരുവകളെല്ലാം കൂടി മിക്സിയിലിട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഈ ഒരു മിക്സ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാറ്റി തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് മെഴുക്ക് പുരട്ടാണ്. ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സിൽ നിന്ന് കുറച്ചധികം എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം പാറ്റിയുടെ ഷേപ്പിലൊന്ന് അമർത്തിയെടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ ആവശ്യമുള്ളത്ര പാറ്റികൾ ഈ മിക്സിൽ നിന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ 3 പാറ്റിയാണ് ഇതിൽ നിന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദ, കുറച്ച് ഓട്സ്, ഒരു മുട്ട പൊട്ടിച്ചതും. പാറ്റി കോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാറ്റി എടുത്തിട്ട് ആദ്യം മൈദയ്ക്കകത്ത് ഇതേപോലെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം കോഴിമുട്ടയ്ക്കകത്ത് മുക്കിയെടുക്കാം. എന്നിട്ട് ഓട്സിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാറ്റി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് അതേപോലെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാറ്റി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാറ്റി റെഡി ആയിരിക്കുകയാണ്. 2 വശവും നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബർഗർ സോസാണ്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മയണീസ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം.
ഇത് ഹോം മെയ്ഡ് മയണീസ് ആണ്. വളരെ സിമ്പിളായിട്ട് മയണീസ് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കാം. മയണീസ് ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാബേജ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. ഇതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ലെച്ചൂസോ കസയോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബർഗർ ബൺ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതേപോലെ ബർഗർ ബണ്ണ് പകുതി കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് ബർഗർ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബർഗർ ബണ്ണിൻ്റെ ഒരു സൈഡിലായിട്ട് മയണീസ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാബേജ് ലീഫ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രിസ്പി പാറ്റി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയ ബർഗർ സോസ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് ലീഫിന് പകരം നേരത്തെ പറഞ്ഞ പോലെ ലെച്ചൂസ് ലീഫോ കസയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചീസാണ്. ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി, അവൈലബിൾ ആണെങ്കിൽ മാത്രം വെച്ചാൽ മതി. അതിന് മുകളിലായിട്ട് ഓണിയൻ റിങ്സ് ആണ് വെക്കുന്നത്. പിന്നെ തക്കാളി ഇതേപോലെ സ്ലൈസ് ആക്കിയത് കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബർഗർ ബണ്ണിൻ്റെ മറ്റേ പീസ് കൂടി എടുത്തിട്ട് അതിൽ ഇതേപോലെ മയണീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മുകളിലായിട്ട് വെച്ചിട്ട് കൈകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ബർഗർ ഉണ്ടാക്കാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നിന്ന് നമുക്ക് വീട്ടിലും ബർഗർ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.